ഞാൻ വീണ്ടും ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായയുടെ പരിപാടിയിലാണ് ഞാൻ. രാവിലെ ചായ വേണമെന്ന് ഉറക്കത്തിലേ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ചായ ഇട്ടൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നലെ മാവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഡ്ഡലി മതി, ദോശ വേണ്ടാന്ന്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി മാവിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇവിടെ പച്ചരി കാര്യങ്ങളൊക്കെ തീർന്നു പോയി. അപ്പം ഇന്നലെ വന്നപ്പോൾ എന്നും ചപ്പാത്തിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ബോറാവുന്നു. അങ്ങനെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇഡ്ഡലിയൊക്കെ സെറ്റായി. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇഡ്ഡലി മതി. അപ്പോൾ ഒറ്റ വേവപ്പലാവും. പിന്നെ സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു. ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും തോരൻ പരിപ്പും ഇട്ടൊരു കുഞ്ഞു സാമ്പാർ. എൻ്റെ ചേട്ടനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സമയത്ത് ഇഡ്ഡലിയൊക്കെ റെഡിയായി. സാമ്പാറിനുള്ളതൊക്കെ വെച്ചു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഞാൻ മാറ്റി പാത്രത്തിലോട്ടാക്കി. അപ്പോൾ ഇന്ന് അരി വെച്ച് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുഞ്ഞടുക്കളയിലോട്ട് പോയിട്ടോ. കുഞ്ഞടുക്കള വൃത്തിയാക്കൊക്കെ പോയി. എന്നുവെച്ചാൽ കുറേ ദിവസമായി അടുക്കളയിൽ കയറിയിട്ട്. റേഷൻ അരിയാണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കും. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസം കറണ്ട് ബില്ലിൻ്റെ വിലയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ, ആ സമയം കൊണ്ട് എൻ്റെ സാമ്പാറൊക്കെ റെഡിയായി ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. അപ്പം മീൻകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരുമ്മി. ഇതൊരു വല്ലാത്തൊരു തേങ്ങ തിരുവാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ തിരിയാനല്ലേ പറ്റൂ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്തോന്നായാലും ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ നെത്തോലി മീനാണ് കേട്ടോ. അങ്ങനെ ഞാൻ നെത്തോലി കറിക്കുള്ള ആവശ്യമായിട്ടുള്ള മുളകും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടു. തക്കാളി സത്യത്തിൽ ഇല്ലായിരുന്നു ഗൈസ്. ഇന്നലെ പോയപ്പോൾ മേടിക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട് അരപ്പൊക്കെ റെഡിയാക്കി കേട്ടോ. അങ്ങനെ മിക്സി പോയിരിക്കുക. മിക്സിയല്ല, ജാറ് പോയിരിക്കുക. അപ്പോൾ ഞാനതെല്ലാം മീൻകറി ചട്ടിയിലോട്ടാക്കി വെച്ചു. ഇനി ചോറ് വന്നിട്ട് വേണം അത് വെക്കാൻ. വെളിയിലാണ്. അപ്പോൾ ഞാൻ വിറകൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ മണ്ടയിൽ ഉണക്കായിട്ടുന്ന വിറകൊക്കെ താഴെ പറക്കിയിട്ട് അതൊക്കെ പറക്കി സെറ്റാക്കി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ്